നമസ്കാരം. നിങ്ങൾക്ക് സൂര്യനെപ്പോലെ തിളങ്ങാൻ കഴിയണമെങ്കിൽ സൂര്യനെപ്പോലെ കത്തിയെരിയാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരു ഗ്രാമത്തിലെ 2 കുട്ടികളിൽ ഒരാൾ മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിജയം കണ്ട് അസൂയപ്പെടുന്നയാളും മറ്റേയാൾ അവരുടെ ജീവിത വിജയം കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളുമായിരുന്നു. രണ്ടുപേരും കൂടി ഒരിക്കൽ ഒരു ശില്പിയുടെ അടുക്കലെത്തി. അവിടെ മനോഹരമായ ഒരു പ്രതിമ കണ്ടു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ആദ്യത്തെ കുട്ടി തെല്ലൊരു അത്ഭുതത്തോടെ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും മനോഹരമായ പ്രതിമ ഉണ്ടാക്കാൻ സാധിച്ചത്? ശില്പി ഒന്ന് പുഞ്ചിരിച്ചു. അദ്ദേഹം ദൂരെ കിടക്കുന്ന ഒരു കല്ലിനെ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം പറഞ്ഞു, ഈ പ്രതിമയും ആദ്യം ഇതുപോലെ ഒരു കല്ലായിരുന്നു. 100 കണക്കിന് തവണ ഞാൻ അതിനെ അടിച്ചടിച്ചാണ് അത് ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ മനോഹരമായ ഒരു പ്രതിമയായി മാറിയത്. ഓരോ തവണ ഞാൻ എൻ്റെ ഉളി കൊണ്ട് ഈ കല്ലിലടിക്കുമ്പോഴും അതിനുണ്ടാകുന്ന വേദന അത് സഹിക്കുകയായിരുന്നു. അങ്ങനെ കഠിനമായ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഫലമാണ് ഈ മനോഹരമായ ശില്പം നാം ഇന്ന് കാണുന്നത്. ശില്പിയുടെ മറുപടി കേട്ട രണ്ടാമത്തെ കുട്ടിക്ക് ഒരു കാര്യം മനസ്സിലായി. നാം പലപ്പോഴും മറ്റുള്ളവരുടെ വിജയത്തിൻ്റെ സൗന്ദര്യം കാണും, പക്ഷേ അതിന് പിന്നിലെ ത്യാഗവും കഠിനാധ്വാനവും സഹനവും നാം കാണാറില്ല. മറ്റുള്ളവരുടെ വിജയങ്ങൾ നാം നോക്കിക്കാണും, പക്ഷേ അവർ ഉറക്കം കളഞ്ഞ രാത്രികൾ നാം മനസ്സിലാക്കാറില്ല. മറ്റുള്ളവരുടെ നേട്ടങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തും, പക്ഷേ അവരുടെ പരാജയങ്ങൾ നാം കാണാൻ ശ്രമിക്കാറില്ല. ഈ അവസരത്തിൽ ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ എത്ര അർത്ഥവത്താണ്. നിങ്ങൾക്ക് സൂര്യനെപ്പോലെ തിളങ്ങണമെങ്കിൽ ആദ്യം സൂര്യനെപ്പോലെ കത്തിയെരിയാൻ നിങ്ങൾ തയ്യാറാവുക. സൂര്യൻ ലോകത്തിന് വെളിച്ചം നൽകുന്നുണ്ടെങ്കിൽ അത് സ്വയം കത്തിയെരിയാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്. വിജയത്തിൻ്റെ വെളിച്ചം ആഗ്രഹിക്കുന്നവർ കഠിനാധ്വാനത്തിൻ്റെ ചൂടും സഹിക്കണം. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നാളത്തെ നിങ്ങളുടെ തിളക്കത്തിനുള്ള തയ്യാറെടുപ്പുകളായിരിക്കാം. കത്തിയെരിയാൻ ശ്രമിക്കുന്നവർക്ക് ഒരു നാൾ ലോകത്തെ പ്രകാശിപ്പിക്കാൻ സാധിക്കൂ. നന്ദി, നമസ്കാരം.